ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തെ നമ്മുടെ വായന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 1 വാക്യം. ഔഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. ആത്മീകവും ഭൗതികവുമായ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങൾ അനുഭവിക്കുകയും എന്നാൽ അപാരമായ ദൈവകൃപ മുഖാന്തരം സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഇവയൊക്കെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ പൗലോസ് നേടിയെടുക്കുന്നത് നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും അത്തരം ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതല്ലേക്ക് പോകുവാനുള്ള യാത്രയിൽ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ യൂലിയോസിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ശരിയായ തിരിച്ചറിവുകൾ നേടുന്ന യൂലിയോസ്. റോമൻ സൈനികനായ ഒരു ശതാധിപനായിരുന്ന യൂലിയോസിനായിരുന്നു തടവുകാരുടെ സംരക്ഷണ ചുമതല. അതിനാൽ തന്നെ റോമൻ ഭരണകൂടത്തോട് 100% നീതി പുലർത്തിയിരുന്ന വ്യക്തിയും ആയിരിക്കാനാണ് സാധ്യത. യാത്രയിൽ പൗലോസിനോട് ദയ കാണിക്കുന്ന അനുഭവം യൂലിയോസിൽ നിന്നും ഉണ്ടാകുന്നു. കാരണം തടവുകാരനായി യാത്ര ചെയ്യിപ്പിക്കുന്ന പൗലോസിനെ തൻ്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ പോകുവാനും അവരുടെ സൽക്കാരം സ്വീകരിക്കുവാനുമുള്ള അനുമതി പൗലോസിന് നൽകുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമുള്ള യാത്രയിൽ കപ്പൽ ഒരു ദുരന്ത മുഖത്തേക്ക് എത്തുന്നു. എന്നാൽ ഇവിടെ പൗലോസ് നൽകുന്ന ചില ഉപദേശങ്ങൾ ശതാധിപനായ യൂലിയോസ് കേൾക്കുവാനോ അത് അനുസരിക്കുവാനോ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു എന്നാണ് കാണുന്നത്. എന്നാൽ അതിനൊക്കെ ശേഷം പൗലോസിൻ്റെ വാക്കുകൾ ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. ഈ തിരിച്ചറിവുകൾ ശതാധിപനായ യൂലിയോസിനെ തുടർന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, കരുണയും നീതിയും പുലർത്തുന്ന യൂലിയോസ്. അധികാരികളിൽ വിളങ്ങേണ്ട ശ്രേഷ്ഠ ഗുണങ്ങളാണ് കരുണയും നീതിയും. ഇവയിൽ ഒന്ന് മാത്രമായാൽ ജനജീവിതം മിക്കവാറും ദുസ്സഹമായി തീരും. തടവുകാരാണെങ്കിലും അവരെ കരുണയോടെ സംരക്ഷിക്കുകയും അവർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു യൂലിയോസ്. ഈ യാത്രയിൽ യൂലിയോസിനും ദൈവബോധം പകർന്നു നൽകുവാൻ പൗലോസിന് സാധിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 41-42 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് കപ്പൽ ആകെ അവിടെ തകർന്നു പോയ ഒരു അവസ്ഥയിലാണ്. എന്നാൽ തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണം എന്ന് പടയാളികൾ ആലോചിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ അവിടെ നീതിമാനായ ശതാധിപൻ ചെയ്യുന്നത് പൗലോസ് ഉൾപ്പെടെയുള്ള തടവുകാരിൽ ആരുടെയും ജീവന് ആപത്ത് വരുവാനായിട്ട് യൂലിയോസ് സമ്മതിക്കുന്നില്ല. ഇവിടെ നീതിമാനായ ശതാധിപൻ അനാവശ്യമായ കൊലപാതകത്തിന് അനുവാദം നൽകുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏവരുടെയും സംരക്ഷകനായി ദൈവത്തിൻ്റെ ചിറകുപോലെ നീതിമാനായ കരുണയുള്ള ശതാധിപൻ ഏവർക്കും സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ ഇത്തരത്തിൽ മറ്റുള്ളവരുടെയും സംരക്ഷണം ഉറപ്പാക്കുവാൻ നമുക്കും സാധിക്കണം. യൂലിയോസിനെ പോലെ ജീവിതത്തിൽ ശരിയായ തിരിച്ചറിവുകൾ നേടുവാനായിട്ടും കരുണയും നീതിയുമൊക്കെ പുലർത്തുന്ന ഒരു ജീവിതം നയിപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ തന്നെ കരുണയും നീതിയും ജീവിതത്തിൽ പുലർത്തുന്നവരായിട്ട് തീരുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.